ഓം ശാന്തി. ഞാൻ ആത്മാവ് ശ്രേഷ്ഠ സ്മൃതിയിലൂടെ ബാബ്ദാദയെ സ്നേഹത്തോടുകൂടി ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. വദനത്തിൽ ബാബ്ദാദയുടെ അടുത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദ അതിശ്രേഷ്ഠമായ രൂപത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുഴുവൻ കൽപ്പത്തിലും ഏറ്റവും പരിശുദ്ധമായ ആത്മാവാണ്. സമയമനുസരിച്ച് വിശ്വത്തിൽ ഹോളിസ്റ്റായിട്ടുള്ള ആത്മാക്കൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ബാബ എന്നെ ഇത്രയും പരിശുദ്ധമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിലൂടെ മുഴുവൻ പ്രകൃതിയും സതോപ്രധാനമായി മാറുന്ന വിധത്തിൽ എന്നെ എത്രത്തോളം പവിത്രമാക്കി മാറ്റുന്നുവോ അത്രയും തന്നെ വിശ്വത്തിലെ ജഡചൈതന്യ വസ്തുക്കളെല്ലാം പവിത്രമായി തീരുന്നു. ഞാൻ അതിഹോളിസ്റ്റായ ആത്മാവാണ്. ഉയർന്നതിൽ വെച്ച് ഉയർന്ന ഭഗവാനെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ സ്വയം ഭഗവാനോടൊപ്പം ഉയർന്നതിൽ വെച്ച് ഉയർന്ന കർത്തവ്യം ചെയ്യുന്ന ആത്മാവാണ്. ആത്മീക ദൃഷ്ടിയും മംഗളത്തിൻ്റെ ഭാവനയും പ്രഭു പരിവാരത്തിനോട് ശ്രേഷ്ഠമായ ഭാവന വയ്ക്കുന്ന ആത്മാവാണ് ഞാൻ. ഓരോ കാര്യത്തിലും സാധാരണതയെ അതിശ്രേഷ്ഠമായ സ്വരൂപത്തിൽ പരിവർത്തനം ചെയ്യുന്ന ഹയ്യസ്റ്റ് ആത്മാവാണ് ഞാൻ. ഭാഗ്യശാലിയാണ്. സ്വയം ഭാഗ്യവിധാതാവ് എൻ്റെ ഭാഗ്യത്തിൻ്റെ വര വരയ്ക്കുകയാണ്. സ്വയം വിശ്വത്തിൻ്റെ അധികാരി എൻ്റെ 21 ജന്മങ്ങളുടെ ഭാഗ്യത്തിൻ്റെ വര അവിനാശിയും ഗ്യാരണ്ടിയുമാണ്. 21 ജന്മം ഒരിക്കലും ദുഃഖത്തിൻ്റെയോ അശാന്തിയുടെയോ അനുഭൂതി എനിക്കുണ്ടാകില്ല. സദാ ഹെൽത്തിയും വെൽത്തിയും ഹാപ്പിയുമായിരിക്കുന്നതിൻ്റെ സമ്പത്ത് സ്വയം ഭഗവാനിലൂടെ എനിക്ക് പ്രാപ്തമായിരിക്കുന്നു. ഞാൻ ലക്കിസ്റ്റാണ്, ഭാഗ്യശാലിയാണ്. ഞാൻ റിച്ചസ്റ്റാണ്, സമ്പന്ന ആത്മാവാണ്. എൻ്റെ ഓർമ്മയുടെ ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യമാണ് ഉള്ളത്. ബ്രാഹ്മണ ആത്മാവായ എനിക്ക് ബാബയുടെ സർവഖജനാക്കളും പ്രാപ്തമായിരിക്കുന്നു. മുഴുവൻ കൽപ്പത്തിലും ഈ ലോകത്തിലെ സമ്പന്നമായ ആത്മാവാണ് ഞാൻ. ഞാൻ ബാബ്ദാദയുടെ ഹോളിസ്റ്റ്, ഹയ്യസ്റ്റ്, ലക്കിസ്റ്റ്, റിച്ചസ്റ്റ്, സ്വീറ്റസ്റ്റായ ആത്മാവാണ്. ഞാനിപ്പോൾ ബാബ്ദാദയുടെ മുന്നിലാണ്. ഞാൻ
അതിസന്തോഷത്തിലാണ്. ബാബയും അതിസന്തോഷത്തിലാണ്. ഈ പ്രഭുമിലനം, പരമാത്മാ സ്നേഹം, പരമാത്മാ സമ്പത്ത്, പരമാത്മാ പ്രാപ്തികൾ ഇപ്പോൾ എനിക്ക് പ്രാപ്തമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കോടാനുകോടി ഭാഗ്യശാലി ആത്മാവാണ്. ഒരു ദൃശ്യം എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നും ഞാൻ ഭൂമിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലചക്രം അന്തിമ സമയത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്തുലനം മോശമായതിൻ്റെ കാരണത്താൽ പഞ്ചതത്വങ്ങളുടെ സ്ഥിതി ദയനീയമാണ്. പ്രകൃതിയുടെ വികരാള രൂപവും ആത്മാക്കളുടെ ഇടയിലുള്ള ചെറുതും വലുതുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണത്താൽ അവരിൽ അപ്രസന്നതയാണ് ഉള്ളത്. അനേക പ്രകാരത്തിലുള്ള ദുഃഖവും അശാന്തിയും അസന്തുഷ്ടതയുമാണ് ഉള്ളത്. യുദ്ധത്തിൻ്റെ വേദനാജനകമായ ദൃശ്യങ്ങൾ. അതിനാൽ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു സുഖമയമായ ലോകത്തിനായുള്ള ആശ എല്ലാവരുടെ ഉള്ളിലും കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും മുക്തി ലഭിക്കാനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ സൂക്ഷ്മമായ ശബ്ദം എൻ്റെ ചെവിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വപരിവർത്തക ആത്മാവാണ്. ദയാഹൃദയനാണ്. ദാതാവാണ്. ഞാൻ എൻ്റെ സമ്പന്നവും സമ്പൂർണവുമായ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വത്തിലെ ശ്രേഷ്ഠ സമയം, പുതിയ സുഖമയമായ ലോകം വേഗം കൊണ്ടുവരുന്നതിൽ, ബാബയെ സഹായിക്കുന്നതിൽ ഞാൻ ശിവശക്തിയാണ്. ശ്രേഷ്ഠമായ സ്ഥിതിയിലൂടെ ശ്രേഷ്ഠമായ ലോകം കൊണ്ടുവരികയാണ് ഞാൻ. പുരുഷാർത്ഥത്തിൽ വരുന്ന വിഘ്നങ്ങളെയും ഓരോ പരിതസ്ഥിതിയുടെ പ്രഭാവത്തിൽ നിന്നും ഞാൻ മുക്തമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചുവടിലും 1000 മടങ്ങ് ബാബയുടെ സഹായം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിസ്വാർത്ഥമായ പുരുഷാർത്ഥിയാണ്. ബാബയുടെ സ്നേഹത്തിൽ ലീനമാണ്. ശക്തിശാലിയാണ്. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം കൊണ്ടുവരുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഓം ശാന്തി.